പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല മഴയാണ് കേട്ടോ, തുള്ളി തോരാത്ത മഴയാണ്. രാവിലെ തുടങ്ങിയ മഴ. ഇവിടെ മാത്രമല്ല എല്ലായിടവും മഴയാണെന്നറിയാം. മഴയൊക്കെ നല്ലതുപോലെ പെയ്താലേ വെള്ളമൊക്കെ ആവുള്ളൂ. കുടിവെള്ളം ഇല്ലാത്തവർ ഒരുപാട് പേരുണ്ടായിരുന്നു. അങ്ങനെ മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ ആവട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ബിസ്മിയുടെ അനിയത്തി, അവളെ ഇച്ചു എന്നാണ് വിളിക്കുന്നത്. ബിസ്മി എന്നാണ് അവളുടെ പേര്. പ്രഗ്നൻ്റ് ആണ്. അവളെ ഒന്ന് കാണാൻ പോകാമെന്ന് കരുതി. അവൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി പോകാനാണ്. ഏകദേശം 8 മാസത്തോളം പ്രഗ്നൻ്റ് ആണ്. അവളിവിടെ ഇല്ലായിരുന്നു, ഗൾഫിലൊക്കെ ആയിരുന്നു. അവൾ ഡെലിവറിക്ക് വേണ്ടി വന്നിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പൊതിച്ചോറ് കെട്ടുന്നതായിട്ട് കാണിച്ചിരുന്നു. അതുപോലെ തന്നെ ഒരു ഷോർട്ട് വീഡിയോയും പൊതിച്ചോറിൻ്റെ ചെയ്തിരുന്നു. അത് അവൾ ഗൾഫിൽ നിന്നാണ് കണ്ടത്. എനിക്കറിയാം അവളെ സംബന്ധിച്ചിടത്തോളം അവൾ വരുമെന്നും ആ പൊതിച്ചോറ് കണ്ടിട്ട് ഒരു കൊതി തോന്നി കാണുമെന്നും എനിക്കറിയാമായിരുന്നു. എന്താണേലും അവൾ വരുമ്പം ഒരു പൊതിച്ചോറ് കെട്ടിക്കൊടുക്കണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ പലതവണ ഞാൻ അവളെ വന്നു കഴിഞ്ഞ് കണ്ടു. വീട്ടിൽ പെരുന്നാളിനൊക്കെ ഇച്ചു വന്നിട്ടുണ്ടായിരുന്നു. അക്കച്ചിൻ്റെ പൊതിച്ചോറിൻ്റെ വീഡിയോ ഞാൻ കണ്ടിരുന്നെന്ന് നിന്നോട് പറഞ്ഞു. അപ്പോഴേ എൻ്റെ മനസ്സിൽ അവൾക്കൊരു പൊതിച്ചോറ് കെട്ടിക്കൊടുക്കണമെന്നായിരുന്നു. കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ട് ദിവസങ്ങൾ മുന്നോട്ട് പോയി. അങ്ങനെ ദാണ്ട് അബിയും തസ്നിയൊക്കെ നാളെ കഴിഞ്ഞത്തേക്ക് തിരിച്ചു പോകും. അതിന് മുൻപായിട്ട് അവിടെ ചെന്ന് അവളെ ഒന്ന് കണ്ട് പൊതിച്ചോറൊക്കെ കെട്ടിക്കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. ഞാനും അമ്മച്ചിയും കൂടാണ് കാണാനായിട്ട് പോകുന്നത്. താഴെ വീട്ടിൽ അമ്മച്ചി നെയ്യപ്പമൊക്കെ ഉണ്ടാക്കും. ഞാൻ അതുകൊണ്ട് ഒരു ചക്കയപ്പവും കൂടി ഉണ്ടാക്കി ചക്കയപ്പവും പൊതിച്ചോറും ആയിട്ട് പോകാമെന്ന് കരുതി കേട്ടോ. ആ കൂടെ അമ്മച്ചി നെയ്യപ്പം ഉണ്ടാക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയേനെ. അപ്പോൾ ദാണ്ട് ഇവിടെ ചക്കയപ്പത്തിന് വേണ്ടി നമ്മൾ മാവൊന്ന് കുഴച്ച് റെഡിയാക്കുകയാണ്. ചക്ക ആയതുകൊണ്ട് തന്നെ കുക്കറിൽ ഒരു 2 വിസിലടുപ്പിച്ച് വേവിച്ചെടുത്തിരുന്നു. അതിലേക്ക് കുറച്ച് ഗോതമ്പ് മാവും കുറച്ച് അരിപ്പൊടിയും കുറച്ച് അമൃതം പൊടിയും കൂടെ ഇട്ട് തേങ്ങയും ശർക്കരയും മധുരത്തെ ബാലൻസ് ചെയ്യാനായിട്ട് അല്പം ഉപ്പുപൊടിയും കൂടെ ചേർത്ത് മണത്തിനും രുചിക്കും വേണ്ടിയിട്ട് ചെറിയ ജീരകവും ഏലക്കായും പൊടിച്ചു വെച്ചതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. കുഴച്ചെടുക്കുന്നതിനൊരു പരുവുണ്ട് കേട്ടോ. വെള്ളം കൂടിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ മാവിട്ടാണ് കുഴച്ചെടുക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വെള്ളം അല്പം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ മാവിട്ട് കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തത് അരിപ്പൊടിയാണ് കേട്ടോ. ഈ മാവ് ഞാൻ സെറ്റ് ചെയ്തെടുത്തത് തലേ ദിവസം രാത്രിയാണ്. ഒരു ദിവസം രാത്രി മുഴുവൻ മാവൊന്ന് കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല മയമായിരിക്കും കേട്ടോ ചക്കയപ്പത്തിന്. ഇനി ഈ വെള്ളമൊക്കെ രാവിലെ ആകുമ്പോഴത്തേനും ഒന്ന് വലിഞ്ഞ് നല്ല പരുവത്തിനിരുന്നോളും. അതുകൊണ്ട് തന്നെ എപ്പോൾ ചക്കയപ്പം ഉണ്ടാക്കിയാലും ഞാൻ ഒന്ന് രാത്രിയിലാണ് കുഴച്ച് വെക്കുന്നത്. കഴിഞ്ഞ ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കുമ്പിളപ്പം ഉണ്ടാക്കുന്ന റവ കൊണ്ട്. അതും ഇത് തലേദിവസം തന്നെ ഇങ്ങനെ കുഴച്ച് വെക്കും കേട്ടോ. രാത്രി കിടക്കുന്നതിന് മുമ്പായി അടുക്കളപ്പണി എല്ലാം തീർത്ത് ഏറ്റവും അവസാനം ഇത് ചെയ്തിട്ടാണ് കിടന്നത്. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റൊന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേന് അത്യാവശ്യം നല്ല രീതിയിൽ മയമൊക്കെ ആയിട്ടിരിപ്പുണ്ട്. ഇനി ഇതൊന്ന് കുമ്പിളെല്ലാം എടുത്തുകൊണ്ട് വന്ന് അപ്പം ഉണ്ടാക്കിയെടുക്കണം. എനിക്ക് പൊതുവേ കുമ്പിളപ്പം ഇഷ്ടമായത് കൊണ്ട് തന്നെ ദാണ്ട് കുമ്പിളപ്പം ഉണ്ടാക്കുന്ന ആ ഒരു മരം, ഇതിനെ ഇടനേല എന്ന് പറയും, വയണേല എന്ന് പറയും, അങ്ങനെ പല പേരുകളിൽ ഇത് അറിയപ്പെടും കേട്ടോ. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താണ് ഈ ഇലയ്ക്ക് പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഒരു ചെറിയ തൈ കൊണ്ട് വെച്ചതാണ് കേട്ടോ. ഈ ഏലത്തിന് വളമൊക്കെ ചെയ്യുന്ന കൂടെ ചുമ്മാ അതിൻ്റെ ചുവട്ടിലും കുറച്ച് ചാണകപ്പൊടിയും അല്ലെങ്കിൽ ആ വളത്തെ കൂട്ടമൊക്കെ ഒഴിച്ച് കൊടുത്ത് എന്താണെങ്കിലും പെട്ടെന്ന് തന്നെയാണ് ഇത് പൊക്കം വെച്ച് പോയത്. കഴിഞ്ഞ പ്രാവശ്യം എടുത്തപ്പം ഇതിൻ്റെ പകുതി പൊക്കമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളൊക്കെ കണ്ടതായിരിക്കും. ഇപ്പോൾ ദാണ്ട് നിറയെ ഇല കൂടിയുണ്ട് കേട്ടോ. ഇലയൊക്കെ എടുത്തുകൊണ്ട് വന്ന ശേഷം ദാണ്ട് നമുക്ക് ഒന്ന് തീ കത്തിച്ച് അരി ഇടണം. നല്ല കാറ്റും മഴയായതുകൊണ്ട് വെളിയിൽ അരിയിടൽ നടക്കുകയില്ല. എങ്കിലും പൊതിച്ചോറ് കെട്ടുമ്പോൾ ആ പൊതിച്ചോറിന് നല്ല ചൂടുണ്ടാകണേ പുറത്തെ അടുപ്പിൽ തന്നെ അരിയിടണമെന്ന് എനിക്കൊരു നിർബന്ധം. അതുകൊണ്ട് തന്നെ ദാണ്ട് എങ്ങനെയൊക്കെയോ ഞാനിവിടെ കത്തിച്ച് പെറുക്കി എടുക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇത് കെട്ടുപോകും. പിന്നെയും ഞാൻ വരും. കുറേ നേരമായി ഞാൻ അടുപ്പുമായിട്ട് യുദ്ധം തുടങ്ങിയിട്ട്. തീയൊന്ന് കത്തിച്ച് കൊടുത്തിട്ട് കുമ്പിളപ്പത്തിൻ്റെ ബാക്കി നോക്കാനായിട്ട് അകത്ത് കയറിപ്പോയി. ചുണ്ടുവന്നതിലേക്ക് നന്നായിട്ട് കഴുകി തുടച്ചാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് കുറേശ്ശെ മാവ് വെച്ച് ദാണ്ട് കുമ്പിൾ കുത്തി കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ ട്രിപ്പ് വേവിക്കാനുള്ള എല്ലാം തന്നെ കുമ്പിൾ കുത്തിയെടുത്ത് ദാണ്ട് ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ച് വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുമ്പിളൊന്ന് പറക്കി വെച്ച് കൊടുത്താൽ മതി. വിറകടുപ്പിൽ കുമ്പിളൊക്കെ പുഴുങ്ങിയെടുത്തിരുന്നത് നല്ല ടേസ്റ്റായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, മഴയും കാറ്റും കാരണം ഇന്ന് ചോറ് തന്നെ വേകുമോയെന്ന് അറിയത്തില്ല. ആ അവസ്ഥയിലാണ് അടുപ്പിൻ്റെ ഒരു സ്ഥിതി. അതുകൊണ്ട് തന്നെ ഗ്യാസ് അടുപ്പിൽ പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചതാണ്. കുമ്പിളൊക്കെ വേണ്ട ഓരോന്നായി അടുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. രാവിലെ കാപ്പിക്ക് ഞാൻ പ്രത്യേകിച്ച് വേറൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഈ കുമ്പിളപ്പം തന്നെ കഴിച്ചോളും. ചായയും കുടിച്ച് കുമ്പിളപ്പമൊക്കെ കഴിച്ച് മക്കൾ സ്കൂളിൽ പോയിക്കോളും. അതൊന്നും കുഴപ്പമില്ല. ഇവിടെ ഞാനങ്ങനെ ഉണ്ടാക്കാറുള്ളതാണ്. കുമ്പിളപ്പമൊക്കെ വേവാനായിട്ട് അടുത്ത് വെച്ചിട്ട് ദാണ്ട് ഞാൻ അരി ഇടാനായിട്ട് വന്നതാണ് കേട്ടോ. അരി ഇടാൻ വന്നപ്പോൾ അടുപ്പിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. അടുപ്പിനകമൊക്കെ ശരിക്കും നനഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഞാൻ ചാരം വാരുമ്പോഴത്തേന്
അതുപോലെ മഴയല്ലായിരുന്നോ? ഇത് വെളിയിലെ അടുപ്പാന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ അടുപ്പിലെ ചോറ് വെച്ച് കഴിച്ചാലേ ഒരു തൃപ്തിയുള്ളൂ. അതുകൊണ്ടാണ് ഈ അടുപ്പിൻ്റെ പുറകെ പിന്നെയും പിന്നെയും നടക്കുന്നത്. എങ്ങനെയൊക്കെയോ വെള്ളം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ആ ചൂട് വെള്ളം വെച്ചാണ് അരി ഒന്ന് തിരുമ്മി വാരി കഴുകി എടുക്കുന്നത്. കുത്തരി ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ കളറ് പോകത്തില്ല. നല്ലതുപോലെ ചൂടുവെള്ളത്തിൽ കഴുകി എടുത്തില്ലെങ്കിൽ ഞാനൊരു 2 പ്രാവശ്യം ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കഴുകും കേട്ടോ. അതിന് ശേഷമേ പച്ചവെള്ളത്തിൽ കഴുകുള്ളൂ. ആ സമയം കൊണ്ട് എങ്ങനെയോ തീ പിടിപ്പിച്ചെടുത്ത് ഞാൻ ദാണ്ട് അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. എപ്പോൾ തിളയ്ക്കുമോയെന്ന് അറിയത്തില്ല, കാറ്റായതുകൊണ്ട് തീ നിൽക്കുന്നില്ല. നല്ല അരി തിളയ്ക്കട്ടെ എന്ന് കരുതി വെച്ച് കൊടുത്തിട്ട് ദാണ്ട് അകത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം കുമ്പിളപ്പമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ വെന്ത് കാണും. നല്ല മണമാണ് കേട്ടോ അടുക്കളയിലേക്ക് കയറി വന്നപ്പോഴേക്കും. സാധാരണ ഞാൻ കുമ്പിളപ്പം വെച്ച് കൊടുത്തിട്ട് 2-3 കുമ്പിളയില കൂടി കീറി ഇട്ട് കൊടുക്കാറുണ്ട്. ഞാനത് ചെയ്തില്ല, കാരണം കുമ്പിളയിലക്കകത്തായതുകൊണ്ട്. സാധാരണ വാഴയിലക്കകത്താണ് അങ്ങനെ ചെയ്തിട്ട് കുമ്പിളയില കൂടി കീറിയിട്ട് കൊടുക്കുന്നപ്പോഴും നല്ല മണമാണ് കേട്ടോ. ഇതാണ്ട് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നല്ല ചൂടാണ്. ആ സാധനമാണ് കേട്ടോ ഞാൻ കൈ കൊണ്ട് ഓടിപ്പോയി എടുത്തത്. ചൂട് നല്ലതുപോലെ ഉള്ളതുകൊണ്ട് ദാണ്ട കൈയൊക്കെ പൊള്ളിയത് കൊണ്ട് തന്നെ തവിക്ക് ഒരു കണ്ണാപ്പ എടുത്ത് അത് കോരി എടുത്ത് മുഴുവനും മണമടിച്ചിട്ട് തിന്നാനായിട്ട് തോന്നുന്നുണ്ട്. മക്കളെ സ്കൂളിൽ വിടണം ആദ്യം, അത് കഴിഞ്ഞ് വേണം ഇനി ഇച്ചുവിന് കൊണ്ടുപോകാനുള്ള കുമ്പിളപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നല്ല സോഫ്റ്റ് കുമ്പിളപ്പമാണ് കേട്ടോ. അതാണ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഈ മാവെല്ലാം കൂടെ മിക്സ് ചെയ്തുകൊണ്ട് മരം പോലെ ഇരിക്കത്തൊന്നുമില്ല കേട്ടോ. നല്ല മയമാണ്. ഇതിന് മയത്തിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേദിവസം രാത്രി കുഴച്ച് വെച്ചത് കൊണ്ടാണ് ഇത്രയും മയം കിട്ടുന്നത്. അതല്ലെങ്കിൽ മരം പോലെ ഇരിക്കും. ഞാനിവിടെ പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളതാണ് കേട്ടോ. കുമ്പിളപ്പത്തിൻ്റെ മണം അടിച്ച് എത്തിയേക്കുന്നത് കണ്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ്. എന്നെപ്പോലെ തന്നെയാണ് കേട്ടോ. ഇരുന്നേക്കുന്നതേ അവൻ്റെ ചോദ്യം ഇന്ന് കാപ്പിക്ക് എന്താണെന്നാണ്. അവന് ഇഷ്ടമുള്ള പലഹാരമൊക്കെയാണ് ഓടിപ്പോയി അവൻ പല്ല് തേച്ച് എന്ന് റെഡി ആയിട്ട് വരും. അല്ലെങ്കിൽ നമ്മൾ പാടുപെടും കേട്ടോ അവനെ പല്ല് തേപ്പിക്കാനൊക്കെ ആയിട്ട്. അവനിങ്ങനെ ആടി തൂങ്ങി നിൽക്കും. ദാണ്ട മക്കളെയൊക്കെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ട ശേഷമാണ് ഇനി ഞാനും കാക്കും കാപ്പി കുടിക്കാനായിട്ടാണ്. ദാണ്ട് പാൽ കാപ്പിയാണ് കേട്ടോ. പാൽ കാപ്പി കാക്കൂന് മാത്രമേ പഞ്ചസാര ഇടുന്നുള്ളൂ. ഞാൻ പറഞ്ഞിരുന്നു ഞാൻ പഞ്ചസാര ഉപയോഗിക്കത്തില്ല. പഞ്ചസാര ഇടാതെ കുടിക്കുന്ന കാപ്പിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. കാപ്പിയല്ല എന്ത് സാധനമാണെങ്കിലും ഞാനങ്ങനെ പഞ്ചസാര ഉപയോഗിക്കാറില്ല. അങ്ങനെ ദാണ്ട കാപ്പിയും കുമ്പിളപ്പമൊക്കെ കുടിച്ച് കഴിഞ്ഞ് ദാണ്ട ഒരു മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. ഇനി അതൊന്ന് അരിഞ്ഞെടുക്കണം. ഈ മെഴുക്കുവരട്ടിക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പറിച്ചതാണ് കേട്ടോ. കുറച്ച് കോവയ്ക്കായും 2-3 പയറുമൊക്കെ പറിച്ച് വെച്ചിരുന്നതാണ്. അതിൻ്റെ കൂടെ ഒരു ക്യാരറ്റ് മാത്രമേ ഉള്ളൂ കടയിൽ നിന്ന് വാങ്ങിച്ചത്. അത് അരിഞ്ഞ് കഴിഞ്ഞ് ദാണ്ട തികയാതെ വന്നപ്പോൾ ഞാൻ ഇറങ്ങി ബാക്കി നിൽക്കുന്ന കോവയ്ക്കയും പയറും കൂടെ പറിച്ചെടുത്തതാണ് കേട്ടോ. അത്യാവശ്യം ഒരു മെഴുക്കുവരട്ടിക്കുള്ളത് നമ്മൾക്ക് 2-3 പ്രാവശ്യമായിട്ട് പറിച്ചെടുക്കുമ്പോൾ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. എങ്കിലും ഒരു 2-3 പ്രാവശ്യമൊന്നും പറിക്കേണ്ടി വന്നില്ല കേട്ടോ. 2 പ്രാവശ്യം പറിച്ചപ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു മെഴുക്കുവരട്ടിക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരു കളറിന് വേണ്ടിയിട്ടൊരു ക്യാരറ്റ് കൂടി ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. നല്ല രസമല്ലേ ക്യാരറ്റ് ഇടുമ്പോൾ, നല്ല കളർഫുള്ളായിട്ടിരിക്കത്തില്ലേ മെഴുക്കുവരട്ടി. അതിന് വേണ്ടിയിട്ട് നല്ല മഴയാണ്. നിങ്ങൾ കണ്ടല്ലോ, ഈ മഴയത്താണ് ഇറങ്ങി ഞാൻ ഒരു കുടയൊക്കെ ചൂടിയിട്ട് ബാക്കി നിന്ന് പച്ചക്കറി പറിച്ചെടുക്കുന്നത്. അതെല്ലാം അരിഞ്ഞെടുത്ത് അതിൻ്റെ കൂടെ ഒരു സവോളയും പച്ചമുളകും എല്ലാം അരിഞ്ഞ് മെഴുക്കുവരട്ടിക്ക് വേണ്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പൊതിച്ചോറ് കെട്ടാനുള്ളത് കൊണ്ട് തന്നെ ഒരു തോരനും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ബീട്രൂട്ടാണ് തോരൻ റെഡിയാക്കി എടുക്കുന്നത്. ചോപ്പറിട്ട് വലിക്കാഞ്ഞാണ് കേട്ടോ. എനിക്ക് കൊത്തി അരിയണമെന്ന് തോന്നി, അതുകൊണ്ട് തന്നെ നല്ല കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് കൊത്തി അരിഞ്ഞ് എടുത്ത സമയം കൊണ്ട് തന്നെ മെഴുക്കുവരട്ടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ചുട്ടരച്ചൊരു ചമ്മന്തി കൂടി വേണം. അതിന് വേണ്ടി വേണ്ട തേങ്ങ ഒക്കെ ഇവിടെ കുത്തി അടത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചുട്ടെടുക്കണം. ഒരു വിധത്തിലാണ് കേട്ടോ ഞാൻ അടുപ്പിലൊന്ന് തീ പിടിപ്പിച്ചെടുത്തത്. എന്നിട്ട് ആ തീ പോകാതെ നോക്കുക കൂടി വേണം. ആ കനലൊന്ന് വലിച്ചിട്ട് ഞാൻ ചുട്ടെടുക്കുകയാണ്. തീ പോയി കഴിഞ്ഞാൽ പണി പാളും. അതുകൊണ്ടാണ് പതിയെ, ചെറിയ തീ ഉണ്ടെങ്കിൽ അത് കെടുത്തിക്കളയാൻ പറ്റുകയില്ല. വേണ്ട, ഇവിടുത്തെ തേങ്ങ എല്ലാം അത്യാവശ്യം ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടി ചേരുവ വരുന്നത് ഉള്ളി, വറ്റൽമുളക് ഞാൻ ചുട്ടെടുത്താണ്, പുളി, കറിവേപ്പില, ചുട്ട തേങ്ങ, ഉപ്പ് എല്ലാം കൂടെ ദാണ്ട് അരച്ച് നല്ല ചമ്മന്തി ചുരുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. പണ്ടൊക്കെ അല്ലേ ഇങ്ങനെ അരച്ച് ഉരുട്ടി കണ്ടിട്ടുള്ളൂ. മിക്സിയുടെ ജാറിലിട്ടാണ് ഞാൻ അരച്ചത്. എനിക്ക് അരകല്ലുണ്ട്, പക്ഷേ ഇത് വെളിയിൽ കിടക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഇതിനിടയ്ക്ക് കുറച്ച് ബീഫ് ഫ്രൈ ചെയ്ത് വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനെ ഒന്ന് ചൂടാക്കി നല്ലതുപോലെ ഒന്ന് കറുപ്പിച്ചെടുക്കുകയാണ്. നേരത്തെ ഇതിൻ്റെ ബാക്കി ബീഫ് ഫ്രൈ ആണിത്. സമയം കൊണ്ട് ദാണ്ട് അത്യാവശ്യം ചോറൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പാടുപെട്ടു ഇന്ന് ചോറ് വേവിച്ചെടുക്കാനായിട്ട്. കാരണം കാറ്റും മഴയും കാരണം അടുപ്പ് കെട്ടുപോകും, പിന്നെയും വന്ന് കത്തിക്കും. ഒരുപാട് പാടുപെട്ടു. അങ്ങനെ ചോറൊക്കെ വാർത്തിട്ടിട്ട് ദാണ്ട തോരനും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി പൊതിച്ചോറിന് വേണ്ടിയിട്ട് ഒരു മുട്ട കൂടി പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മുട്ട ഇല്ലാത്ത എന്ത് പൊതിച്ചോറല്ലേ. ദാണ്ട ഇവിടെ ദോശക്കല്ലിലാണ് മുട്ട പൊരിച്ചെടുക്കുന്നത്. ഞാൻ നേരത്തെ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു ദോശക്കല്ലിൽ എന്തിനാണ് മുട്ട പൊരിച്ചെടുക്കുന്നതെന്ന്.
അപ്പോൾ കറികളെല്ലാം അത്യാവശ്യം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് പൊതിച്ചോറ് കെട്ടിയെടുത്താൽ മതി. അതിനായിട്ടൊരു വാഴയില വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. വാഴയില കുറച്ച് വലിപ്പത്തിലാണ് വെട്ടിയെടുത്തത്. 2-3 വാഴയില വെട്ടി ഞാൻ വാട്ടി വന്നപ്പോഴത്തേക്ക് പൊട്ടി പോയിരുന്നു. അതുകൊണ്ടാണ് ഇത് വലിപ്പത്തിൽ വെട്ടിയെടുത്തിരിക്കുന്നത്. ഇനി പൊതിച്ചോറിന് വേണ്ടി പ്രത്യേകിച്ച് ചാറ് കറിയൊന്നും ഞാൻ വെച്ചിട്ടില്ല കേട്ടോ. തസ്നീൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അവിടെ മോര് കറി ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് ചാറ് കറി ഉണ്ടാക്കാഞ്ഞത്. പൊതിച്ചോറ് വെട്ടാനായിട്ട് ഇല വെട്ടാൻ ഓടിയപ്പോഴാണ് ഇതുകൊണ്ട് ചാമ്പങ്ങ നിൽക്കുന്നുണ്ട്. അതുകൂടി അവൾക്ക് എടുത്തിട്ടുണ്ട്. അവൾക്ക് കൊണ്ടുപോകാനുള്ള കുമ്പിളപ്പവും ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. കുറച്ച് സാധനം നമ്മൾ കടയിൽ പറഞ്ഞിരുന്നു കേട്ടോ. മാമായുടെയും മാമിയുടെ അടുത്താണ് കടയിൽ പറഞ്ഞിരുന്നത്. അവിടെ കയറി അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. കേക്ക്, ഉഴുന്നുവട, അങ്ങനെയുള്ള എന്തൊക്കെയോ കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മാമായുമാണ് കേട്ടോ. നല്ല മഴ കാരണം പോകുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അതാണ്ട് ഇച്ചുവിനെ കാണാനായിട്ട് എത്തിയിട്ടുണ്ട്. ഇച്ചുവിന് അമ്മച്ചി കൊണ്ടുവന്ന് നെയ്യപ്പം കൊടുത്താണ് കേട്ടോ. ഇതാണ് അമ്മച്ചി ഉണ്ടാക്കിയ നെയ്യപ്പം. നല്ല സോഫ്റ്റാണ്, അടിപൊളി നെയ്യപ്പമായിരുന്നു കേട്ടോ. ഞാനും ഒന്ന് കഴിച്ച് നോക്കി. അതാണ് ഇത്ര കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞത്. അതാണ്ട് ആദ്യം ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് ഇച്ചുവാണ് കേട്ടോ. നെയ്യപ്പം അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുകൊണ്ട് നല്ല സോഫ്റ്റാണ്, ആർക്കും ഇഷ്ടപ്പെടും. അമ്മച്ചി പണ്ടേ നല്ല രീതിയിൽ തന്നെ നെയ്യപ്പം ഉണ്ടാക്കുന്നതാണ്. അപ്പം നമ്മളെന്തോ പറഞ്ഞ് കളിയാക്കിയപ്പോൾ അവൾ ചിരിക്കുന്നതാണ്. അടിപൊളി നെയ്യപ്പമാണെന്ന് പറഞ്ഞു കേട്ടോ. ഇച്ചുവിൻ്റെ നെയ്യപ്പമൊക്കെ തീറ്റയൊക്കെ കണ്ട് ഐറുമോൾ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. അവൾക്ക് നാണമായിപ്പോയി. അങ്ങനെ ഇച്ചു, അപ്പായ, ഐറുമോള് എല്ലാവരും തന്നെ നെയ്യപ്പം തിന്നുവാണ്. നെയ്യപ്പം സൂപ്പറായിരുന്നതുകൊണ്ട് തന്നെ എല്ലാവരും വട്ടം കൂടിയിരുന്നത് ആദ്യമേ തിന്ന് തീർക്കുക. നല്ല ചൂടും ഉണ്ടായിരുന്നു കേട്ടോ. ആ പാത്രത്തിലായതുകൊണ്ട് ചൂടും നിൽക്കുമായിരുന്നു. ബാക്കിയൊന്നും ടെസ്റ്റ് ചെയ്ത് നോക്കിയില്ല കേട്ടോ. ആദ്യം കൊടുത്തത് നെയ്യപ്പമാണ്. അതുകൊണ്ട് തന്നെ ആ നെയ്യപ്പം ഒന്ന് അഴിച്ച് പെറുക്കി ആദ്യമേ അങ്ങ് കഴിച്ചതാണ്. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഞാനിത് മുറിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണത്തില്ല. നല്ലതുപോലെ സോഫ്റ്റ് ആയതുകൊണ്ടാണ് പെട്ടെന്ന് വന്നത്. അടിപൊളിയാണ്, കറക്റ്റ് മധുരമൊക്കെയാണ്. ഒന്നും പറയാനില്ല, സൂപ്പറാണ്. അമ്മച്ചി പലപ്പോഴും ഇത് വീട്ടിലുണ്ടാക്കുന്നതാണ്. അമ്മച്ചിയുടെ ഈ റെസിപ്പി കോപ്പി അടിച്ചാണ് കേട്ടോ ഞാനും പഠിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇവിടെ ഇച്ചു പൊതിച്ചോറുണ്ണാനായിട്ട് വന്നിരുന്നതാണ് കേട്ടോ. ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു. ഇന്ന് എന്താണെന്നറിയില്ല, കറണ്ട് കട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വെട്ടം ശരിക്കും കുറവാണ് കേട്ടോ പെരയ്ക്കകത്ത്. ഈ പൊതിച്ചോറ് കഴിക്കുമ്പോൾ നല്ലൊരു മണമില്ലേ, വാഴയിലയൊക്കെ കെട്ടി വെച്ചേക്കുന്നതിൻ്റെ വാഴയില വാടിയേക്കുന്നതിൻ്റെ ആ മണം സൂപ്പർ മണമാണെന്ന് പറഞ്ഞ് തന്നെയാണ് കേട്ടോ പൊതിച്ചോറുണ്ണാൻ തുടങ്ങുന്നത്. എല്ലാവരും കൂടെ ഇച്ചിരി പറഞ്ഞു കൊടുക്കുക കേട്ടോ. എല്ലാത്തേന്നും കുറേശ്ശെ വാരി വെക്കാനൊക്കെ അബി, അമ്മച്ചി എല്ലാവരും തന്നെ വട്ടം നിൽപ്പുണ്ട് പൊതിച്ചോറുണ്ണുന്ന കാണാനായിട്ട്. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നല്ല ചുട്ടരച്ച ചമ്മന്തിയാണ് കേട്ടോ പറഞ്ഞത്. അടിപൊളിയാണ്, അത് മാത്രം മതി. ഇതിൻ്റെ കൂടെ ഇച്ചിരി മോര് കറിയും കൂടെ ഉണ്ട്. അപ്പം അവൾ അതെടുക്കാതെ ആദ്യം ഇതൊന്ന് കഴിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് കഴിച്ച് നോക്കുന്നതാണ്. തോരനും മെഴുക്കുവരട്ടിയും ചമ്മന്തിയും എല്ലാത്തെ കൂട്ടും മുട്ടയും എല്ലാം കൂടെ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കഴിച്ചപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ. സൂപ്പറാണെന്ന് അവൾ പറഞ്ഞു. ചുട്ടരച്ച ചമ്മന്തി ചുമ്മാ സാധാരണ ചോറിൻ്റെ കൂടെ തിന്നാൻ തന്നെ നമുക്കൊക്കെ ഇഷ്ടമാണ്. അത് അടിപൊളിയാണെന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ പൊതിച്ചോറിനോടൊരു ആഗ്രഹം തോന്നിയോ എന്ന് ഞാൻ ഇച്ചിനോട് ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കച്ചിയുടെ ഷോർട്ട് വീഡിയോ കണ്ടപ്പോൾ ഗൾഫിൽ നിന്നപ്പോൾ ആഗ്രഹം തോന്നിയിരുന്നു എന്ന് അവൾ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പം ഞാൻ വളരെയധികം ഹാപ്പിയാണ്. അവൾ ആഗ്രഹിച്ച സാധനം എനിക്ക് എത്തിക്കാൻ പറ്റി. അങ്ങനെ ഇച്ചോടെ പൊതിച്ചോറുണ്ണുമ്പോൾ ഇവിടെ ഊണിൻ്റെ തിരക്കിലാണ് കേട്ടോ. അബി, അമ്മച്ചി, ഞാനുമൊക്കെ അത്യാവശ്യം ചോറൊക്കെ എടുത്ത് വെച്ചേക്കാണ് അതെല്ലാം ഉണ്ണാനായിട്ടാണ്. ഇവിടെ അമ്മച്ചിയുടെ ഒരു സ്പെഷ്യൽ മുളക് പൊട്ടിച്ചതുണ്ട് കേട്ടോ, വറ്റൽ മുളക് പൊട്ടിച്ചത്. സൂപ്പറായിട്ടോ. ചോറും നല്ല ബീഫ് കറിയും വറ്റൽ മുളക് പൊട്ടിച്ചതും ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ഈ മുളക് പൊട്ടിച്ചത് സൂപ്പറായിട്ടോ, പറയാതെ വയ്യ. എന്തോ പുളിയൊക്കെ ചേർത്താണ് അമ്മച്ചി അത് സെറ്റാക്കി എടുക്കുന്നത്. വേറൊരു ടേസ്റ്റാട്ടോ. ഞാനൊന്നും മുളക് പൊട്ടിച്ചെടുക്കുന്ന ടേസ്റ്റല്ല. ഇത് കണ്ടോ, ഇതാണ് മുളക് പൊട്ടിച്ചത്. അങ്ങനെ ചോറൊക്കെ കൊണ്ട് നമ്മൾ ഹാപ്പി ആയിട്ട് പോകാൻ ഇറങ്ങി കേട്ടോ. മക്കൾ സ്കൂൾ വിട്ട് വരുന്നതിന് മുമ്പ് അങ്ങ് ചെല്ലണം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞങ്ങൾ കഴിച്ചുകൊണ്ട് തന്നെ ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.